ആകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവായ ശംശയുടെ തിരുശരീര രക്തങ്ങളുടെ കൂദാശയായ വ്യക്തിപൂർവ്വം നമുക്ക് സമീപിക്കാം. അനുതാപത്തോടും സ്നേഹത്തോടും കൂടെ അവിടുത്തെ പീഡനത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി തീർന്നു. ഉപദേശത്താലും മാതൃകയാലും ദേവോത്തന്മാരുടെ ജീവിത രീതി അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. നമുക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുമെന്ന് അവിടുന്ന് മുൻകൂട്ടി അറിയുകയും പിതാവ് നിശ്ചയിച്ച സമയമായപ്പോൾ പീഡകൾക്കും കുരിശുമരണത്തിനും സ്വയം വിധേയനാവുകയും ചെയ്തു. മൂന്നാം ദിവസം താൻ ഉയർക്കുമെന്ന് അവിടുന്ന് ശിഷ്യന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം നമ്മെ അനുസ്മരിക്കുവാൻ അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തു. അതിനാൽ പശ്ചാത്താപത്തോടും സ്നേഹത്തോടും കൂടി നമ്മുടെ കർത്താവായ ശംശയുടെ ശരീര രക്തങ്ങൾ നമുക്കിപ്പോൾ സ്വീകരിക്കാം. അങ്ങയുടെ തിരുശരീരരക്തങ്ങളാൽ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയെ വിശദീകരിക്കുവാനും ആത്മാർപ്പണം ചെയ്ത് മിശിഹായെ വിനയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. അങ്ങയുടെ തിരുശരീരരക്തങ്ങളാൽ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ച് ദിവ്യ ചെമ്മരാട്ടിൻ കുത്തിയെ വിനയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. അങ്ങയുടെ തിരുശരീരരക്തങ്ങളാൽ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച് കർത്താവിനെ ഭക്തിപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. അങ്ങയുടെ തിരുശരീരരക്തങ്ങളാൽ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ദിവ്യ കൂദാശ വഴി ശരീരത്തിന്റെ ഉയർപ്പും ആത്മാവിന്റെ രക്ഷയും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ആനന്ദമായ സ്വർഗരാജ്യത്തിന് നമ്മൾ അവകാശികളാവുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ അങ്ങയുടെ ശാന്തിയും പുലർത്തണമേ. അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് രക്ഷാകേന്ദ്രമായിരിക്കട്ടെ. ഞങ്ങളുടെ നാവ് അങ്ങയുടെ സത്യം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങൾ അങ്ങയുടെ കീർത്തനങ്ങൾ ആലപിക്കുന്ന പുതിയ വീണകളാകട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയും സകലത്തിൻ്റെയും നാഥനുമായ മിശിഹായി, അങ്ങയുടെ ദിവ്യ ശരീരത്താൽ ഞങ്ങളുടെ ശരീരങ്ങളെ പൗത്രീകരിക്കണമേ. അങ്ങയുടെ അമൂല്യ രക്തത്താൽ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. കർത്താവിന്റെ പീഡകളെക്കുറിച്ച് ധ്യാനിച്ചിരിക്കുന്ന സഹോദരെ അവിടുത്തെ ശരീരവും രക്തവും ഭക്തിപൂർവ്വം നമുക്ക് സ്വീകരിക്കാം.
ദൈവസൂനോ ലോകനാഥ, കുരിശിനാൽ മർത്യനെ വീണ്ടെടുത്തു നീ. നവ്യരാജ്യം ചേർന്നിടുമ്പോൾ കനിവിയെന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. ദേവസൂനോ ലോകനാഥ, കുരിശിനാൽ മർത്യനെ വീണ്ടെടുത്തു നീ. നവ്യരാജ്യം ചേർന്നിടുമ്പോൾ കനിവിയെന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. നിൻ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നിൻ ദിവ്യമാർഗം പിന്തുടർന്നിടാം. നിൻ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നിൻ ദിവ്യമാർഗം പിന്തുടർന്നിടാം. ആശയോടെ മോദമോടെ ഞങ്ങൾ നിൻ വരങ്ങൾ തേടി വന്നിടുന്നു. ആശയോടെ മോദമോടെ ഞങ്ങൾ നിൻ വരങ്ങൾ തേടി വന്നിടുന്നു. ദൈവസൂനോ ലോകനാഥ, കുരിശിനാൽ മർത്യനെ വീണ്ടെടുത്തു നീ. നവ്യരാജ്യം ചേർന്നിടുമ്പോൾ കനിവിയെന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. പാരിലെന്നും അങ്ങേ ശിഷ്യരാകുവാൻ ദിവ്യദൗത്യമെന്നും ഭൂവിനേകുവാൻ. പാരിലെന്നും അങ്ങേ ശിഷ്യരാകുവാൻ ദിവ്യദൗത്യമെന്നും ഭൂവിനേകുവാൻ. ആശയോടെ മോദമോടെ ഞങ്ങൾ നിൻ വരങ്ങൾ തേടി വന്നിടുന്നു. ആശയോടെ മോദമോടെ ഞങ്ങൾ നിൻ വരങ്ങൾ തേടി വന്നിടുന്നു. ദൈവസൂനോ ലോകനാഥ, കുരിശിനാൽ മർത്യനെ വീണ്ടെടുത്തു നീ. നവ്യരാജ്യം ചേർന്നിടുമ്പോൾ കനിവിയെന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. ഗാഗുൽത്തായിലെ ഗാനം ഒരു മോഹരാഗം. ഗാഗുൽത്തായിലെ ഗാനം ഒരു മോഹരാഗം. ക്രൂശിതനാം ദൈവപുത്രൻ തന്നുടെ വേദന തൻ കഥ പാടും ഗാനം ഒരു മോഹരാഗം. ഗാഗുൽത്തായിലെ ഗാനം ഒരു മോഹരാഗം.
മാനവനായി പിറന്നു ഭൂവിൻ ദുഃഖങ്ങൾ പങ്കുവച്ചു. മാനവനായി പിറന്നു ഭൂവിൻ ദുഃഖങ്ങൾ പങ്കുവച്ചു. സ്വാർത്ഥതയാം വെള്ളിക്കാശിനു വേണ്ടിയ ദേവനെയൊറ്റിക്കൊടുത്തു. നമ്മൾ ദേവനെയൊറ്റിക്കൊടുത്തു. ആകുലിക്കായിലെ ഗാനം ഒരു മൂകരാഗം. ക്രൂശിതനാം ദൈവപുത്രൻ തന്നുടെ വേദന തൻ കഥ പാടും ഗാനം ഒരു മോഹരാഗം. ആകുലിക്കായിലെ ഗാനം ഒരു മോഹരാഗം. തൻ പിതാവിൻ്റെ സ്നേഹം നൽകി ഭൂതലേ നന്മ ചൊരിഞ്ഞു. തൻ പിതാവിൻ്റെ സ്നേഹം നൽകി ഭൂതലേ നന്മ ചൊരിഞ്ഞു. പാപത്തിൻ കുരിശിൽ ജീവനർപ്പിച്ചു പാവവിമോചനമേകി. പാരിന് പാവവിമോചനമേകി. ആകുലിക്കായിലെ ഗാനം ഒരു മോഹരാഗം. ക്രൂശിതനാം ദൈവപുത്രൻ തന്നുടെ വേദന തൻ കഥ പാടും ഗാനം ഒരു മോഹരാഗം. പരിശുദ്ധാത്മാവിന്റെ കൃപാത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പൗർണിമദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോട്. ഈശോയുടെ പരിചയക്കാരും അവിടത്തോടുകൂടി ഓർശലത്തേക്ക് ചെന്ന ഒട്ടേറെ സ്ത്രീകളും സംഭവിച്ചെല്ലാം നോക്കിക്കൊണ്ട് ദൂരെ നിന്നിരുന്നു. മഗ്ദലന മറിയവും യാക്കോബിൻ്റെ യൗസേപ്പിൻ്റെ അമ്മയായ മറിയവും സെബദീപുത്രന്മാരുടെ മാതാവായ സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെല്ലാം ഗലീലായിൽ വെച്ച് ഈശോയെ അനുഗമിക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്നവരാണ്. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് സാബത്ത് ദിവസമാകും. രാത്രിയിൽ ശരീരം കുരിശിന്മേൽ കിടക്കുന്നത് ഹിതമല്ല എന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ സാബത്ത് ദിവസം പ്രാധാന്യമേറിയതായിരുന്നു. അതിനാൽ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്നവരുടെ കണങ്കാലുകൾ തകർത്ത് അവരെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് അവർ പീലാത്തോസിൻ്റെ അനുവാദം വാങ്ങി. അനന്തരം പടയാളികൾ ചെന്ന് ഈശോയോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു. എന്നാൽ അവർ ഈശോയുടെ അടുക്കലെത്തിയപ്പോൾ അവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായി. അതിനാൽ അവർ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികൾ ഒരുവൻ ചെന്ന് മിശിഹായുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അയാളുടെ സാക്ഷ്യം സത്യമാണ്. താൻ സത്യമാണ് പറയുന്നതെന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. അവിടുത്തെ അസ്ഥികളൊന്നും തകർക്കപ്പെടുകയില്ല എന്നും അവർ കുത്തിമുറിവേൽപ്പിച്ചവൻ്റെ നേർക്ക് അവർ നോക്കുമെന്നുമുള്ള തിരുവെഴുത്തുകൾ പൂർത്തിയാകാനാണ് അതെല്ലാം സംഭവിച്ചത്. അവിടുന്ന് യൗസേപ്പ് എന്ന പേരിൽ അരിമത്തയക്കാരനായൊരു മനുഷ്യനുണ്ടായിരുന്നു. ആലോചനാ സഭയിലെ ഒരു പ്രമുഖ അംഗമായ അയാൾ ധനികനും നീതിമാനും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നതിനുമായിരുന്നു. സഭയുടെ
ദുരാലോചനകൾക്കും ദുഷ്ടപ്രവൃത്തികൾക്കും അയാൾ കൂട്ടുനിന്നില്ല. ഈശോയുടെ ശിഷ്യനായിരുന്നെങ്കിലും യൂതന്മാരെ ഭയന്ന് അക്കാര്യം രഹസ്യമാക്കിയിരുന്നു. അന്ന് വൈകുന്നേരം അയാൾ ധൈര്യസമേതം പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് ഈശോയുടെ ശരീരം ആവശ്യപ്പെട്ടു. ഈശോ മരിച്ചു കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ പീലാത്തോസിന് ആശ്ചര്യം തോന്നി. അദ്ദേഹം ശതാധിപനെ വരുത്തി ഈശോ ഇത്ര വേഗം മരിച്ചോ എന്ന് അന്വേഷിച്ചു. കാര്യം ശരിയാണെന്ന് ഗ്രഹിച്ചപ്പോൾ അവിടുത്തെ ശരീരം യൗസേപ്പിന് വിട്ടുകൊടുത്തു. അവർ ചെന്ന് ഈശോയുടെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി. കർത്താവിൻ്റെ രൂപം നമ്മളിപ്പോൾ അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കുകയാണ്. പുറകിൽ നിന്ന് 2 ലൈനായിട്ട് മുമ്പോട്ട് പോകണം ആൾക്കാർ മുത്താനായിട്ട്. ഈ മുമ്പിൽ നിന്ന് അങ്ങോട്ട് പോകരുത്. പുറകിൽ നിന്ന് 2 ലൈനായിട്ട് വന്ന് 2 വാതിൽ കൂടെ പുറകോട്ട് പോവുക. പിതാവിൻ്റെ പക്കൽ പോകുന്നിതായാത്ര ചൊല്ലോ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനിൻ പിതാവിന്റെ പക്കൽ
സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യ മാർഗം. ഞാനിൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനൻ പിതാവിൻ്റെ പക്കൽ പോകും നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനിൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. കാണില്ലൊരൽപ്പം കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളെ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനിൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. അനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരും നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനിൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമൻ നിർദ്ദേശമല്ല കൃത്യമായി മായ്ക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സമൃദ്ധി എന്നിൽ വളർത്തും. ഞാൻ
ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകും നിതാ യാത്ര ചൊല്ലൂ. സ്വലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ ആവേശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സമ്പൂർണ്ണ വിശാന്തി. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകും നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കേഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെന്റെ മോദം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. എന്നെ പിതാവെന്ന പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങളെ ലോകം വെറുത്ത നിന്ദനം കൊണ്ടു നിറച്ച എന്നെയാണ് ലോകമാദ്യം തന്നെ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും ഒരു നാൾ
കൊതിക്കും പരിശോഭ നിങ്ങൾ കൊതിക്കും ഞാനിൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു